നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പിൻ്റെ ഫൈനൽ നാളെ നടക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ ഇന്ത്യക്കാണ് എന്നാണ് ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ പറയുന്നത്. ഈ കപ്പ് നേടാൻ, തുടർച്ചയായി രണ്ടാമത്തെ ലോക കിരീടം നേടാൻ അത്രമേൽ സമ്മർദ്ദം ഇന്ത്യക്ക് മേലുണ്ട് എന്നാണ് മിച്ചൽ സാന്റ്നർ പറയുന്നത്. സാന്റ്നർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇന്ത്യക്കാരുടെ ഹൃദയം തകർക്കും, ഇന്ത്യ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് കളി കാണാൻ വരുന്നവരുടെ ഹൃദയം ഞങ്ങൾ തകർക്കും എന്നാണ് മിച്ചൽ സാന്റ്നർ പറയുന്നത്. ചില ഹൃദയങ്ങൾ തകർക്കുന്നതിൽ ഞങ്ങൾക്ക് മടിയില്ല എന്നാണ് മിച്ചൽ സാന്റ്നർ പറയുന്നത്. സാന്റ്നർ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ സമ്മർദ്ദം, ഞങ്ങൾക്ക് അത്ര സമ്മർദ്ദമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയുടെ മൊമെൻറ്റം ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. മൊമെൻറ്റം വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കളിയിലെ 2020 ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് മറിയാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് 2020 ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വിന്നിങ് ദ മൊമെൻറ്റ്സ്, നിമിഷങ്ങൾ വിജയിക്കുക, സാഹചര്യങ്ങളിൽ ആര് മേൽക്കൈ എടുക്കുന്നോ, മേധാവിത്വം കാട്ടുന്നോ അവർക്ക് മുൻതൂക്കം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊമെൻറ്റം ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് മിച്ചൽ സാന്റ്നർ പറയുന്നത്. ഞങ്ങൾ പതുക്കെ വന്ന് ഞങ്ങൾ വളരെ നല്ല നിലയിൽ ഇപ്പോൾ മൊമെൻറ്റം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് മിച്ചൽ സാന്റ്നർ സൂചിപ്പിക്കുന്നത്. ജസ്പ്രീത് ബുംറയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ബുംറ ലോകോത്തര ബൗളറാണ്, വേൾഡ് ക്ലാസ് ബൗളറാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിൽ നമ്മൾ ഭയക്കേണ്ടതുണ്ട്, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് കളിക്കണം അദ്ദേഹത്തിനെതിരെ എന്നൊക്കെ ഉള്ള രീതിയിൽ സൂചിപ്പിക്കുന്ന രീതിയിലാണ് സാന്റ്നർ സംസാരിച്ചത്. വരുൺ ചക്രവർത്തിയുടെ ഫോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വരുൺ ഈസ് എ ഗുഡ് ബൗളർ, വരുൺ നല്ല ബൗളറാണ്. അതുകൊണ്ട് തന്നെ വരുണിനെ പോലെ ഒരാളെ അങ്ങനെ എഴുതിത്തള്ളാനാവില്ല എന്ന നിലയിലും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം പറയുന്നത് ഒരു മത്സരത്തിന് മുന്നേ അദ്ദേഹം ഇന്ത്യയെ ഒന്ന് വാക്കുകൾ കൊണ്ട് പേടിപ്പിക്കാം, ഭയപ്പെടുത്താം എന്നാണോ സാന്റ്നർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. സാധാരണഗതിയിൽ ന്യൂസിലാൻഡുകാർ വളരെ മാന്യന്മാരായിട്ടുള്ള ആളുകളാണ്. ന്യൂസിലാൻഡ് ക്രിക്കറ്റിൽ ഈ അനാവശ്യമായ അഗ്രസീവ്നെസ് അവരാരും കാണിക്കാറില്ല. പൊതുവേ ചരിത്രം അതാണ്, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല. ഒരുതരം ഭീഷണിയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലോ അതാണോ എന്നറിയില്ല. കാരണം ന്യൂസിലാൻഡിൻ്റെ ഒരു രീതിയല്ല അത്. എന്തായാലും സാന്റ്നർ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, മാനസികമായ മേധാവിത്വം നേടാനുള്ള ചില ചപ്പടി വിദ്യകൾ ഈ വാചകങ്ങളിലുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് സമ്മർദ്ദം, ഇന്ത്യയിൽ കളിക്കുന്നു, ഇത്രയും വലിയ ക്രൗഡിന് മുന്നിൽ, ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ കളിക്കുന്നു, നാളെ ഉറപ്പാണ് സ്റ്റേഡിയം നിറഞ്ഞു കവിയും എന്നുള്ളത്, അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം നിറഞ്ഞു കവിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതൊക്കെ ഇന്ത്യക്കാണ് സമ്മർദ്ദം നൽകുന്നത് എന്നത് ഒരുപക്ഷെ അദ്ദേഹം 2023 ലോകകപ്പ് ഫൈനലിൽ കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം, അതുകൂടി ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. കാരണം അന്ന് ഓസ്ട്രേലിയയോട് ഇന്ത്യ തോറ്റിരുന്നു ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ, ഇന്ത്യയെ കുത്താൻ വേണ്ടിയിട്ടാണോ അത് പറഞ്ഞതെന്നും അറിയില്ല. എന്തായാലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ജയിക്കാൻ വേണ്ടി തന്നെയാണ്, ഞങ്ങൾ വെല്ലുവിളിയുമായിട്ട് തന്നെയാണ് വരുന്നത്, ഞങ്ങൾ ഒരു ഇഞ്ച് പിറകോട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് സാന്റ്നർ സംസാരിച്ചത്. സാന്റ്നറിനെ സംബന്ധിച്ചിടത്തോളം സാന്റ്നർ വളരെ പ്രൊഫഷണലായിട്ട്, വളരെ പോസിറ്റീവായിട്ടും ഞങ്ങൾക്ക് ഇതിലൊരു ചാൻസ് ഉണ്ട്, അവസരമുണ്ട് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പ്രീ മാച്ച് കോൺഫറൻസ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, സമ്മർദ്ദം ഇന്ത്യക്കാണ്, ഇന്ത്യക്കാരുടെ ഹൃദയം തകർക്കാൻ ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതായത് ഇന്ത്യയെ തോൽപ്പിച്ച് ലോകകപ്പ് നേടാൻ ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എല്ലാ ക്യാപ്റ്റന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക. സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെ തോൽപ്പിക്കും, വീമ്പ് പറച്ചിലൊക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയക്കാരെ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ നോക്കിയാൽ പൊതുവേ ഓസ്ട്രേലിയൻ ടീംസിൻ്റെ ക്യാപ്റ്റന്മാരെല്ലാം ഇങ്ങനെ വമ്പ് പറയുന്നതിൻ്റെ ആളുകൾ. പക്ഷേ ന്യൂസിലാൻഡ് അങ്ങനെ ഒരു നില എടുത്തിട്ടില്ല ഇതുവരെ. എന്തായാലും സാന്റ്നറിന് പക്ഷേ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ കാത്തിരുന്ന് കാണാം
നോക്കി ഞങ്ങളെ പിന്നെ ശ്രദ്ധിച്ചോളൂ, ഞങ്ങളിതാ വരുന്നു, നിങ്ങളൊക്കെ ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾ എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും സാൻഡർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല.